36 ഇൻറ്റു 36 ഇൻറ്റു 36 ഇൻറ്റു 36 ഇൻറ്റു 36 സമം 6 ഘാതം y ആയാൽ വൈയുടെ വില കാണുക. 36 ഇൻറ്റു 36 ഇൻറ്റു 36 ഇൻറ്റു 36 ഇൻറ്റു 36 സമം 6 ഘാതം y ആയാൽ വൈയുടെ വില കാണുക. ഇത് നമുക്കൊരു സമവാക്യം പോലെയാണ്, ഇതൊരു ഇക്വേഷനാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണേണ്ടത് ചരത്തിൻ്റെ വിലയാണ്, വേരിയബിളിൻ്റെ വിലയാണ് കാണേണ്ടത്. അത് ഇവിടെ എക്സ്പോണൻ്റ് ആയിട്ട് കിടക്കണം, അത് കൃത്യമായിട്ടാണ് കിടക്കണം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സമവാക്യത്തിൻ്റെ ഇരുഭാഗത്തും പാദസംഖ്യകൾ തുല്യപ്പെടുത്തുക. സമവാക്യത്തിൻ്റെ ഇരുവശത്തും പാദസംഖ്യകൾ, എന്താ ഈ പാദസംഖ്യ? 6 പാദസംഖ്യ വൈകൃതി, 6 പാദസംഖ്യ വൈകൃതി. അപ്പോൾ ഇരുവശത്തും പാദസംഖ്യകൾ തുല്യപ്പെടുത്തുക. ഇവിടെ പാദസംഖ്യ എത്ര? 36 കൃതികളൊക്കെ ഒന്നാണ് അല്ലേ? ഇവിടെയൊക്കെ പാദസംഖ്യകൾ 36. അപ്പോൾ ഇരുവശത്തും എന്ത് ചെയ്യണം? പാദസംഖ്യകൾ തുല്യപ്പെടുത്തണം. അപ്പോൾ നമുക്ക് 36 എങ്ങനെ എഴുതാം? 6² ഇപ്പോൾ പിന്നെ പാദസംഖ്യകൾ തുല്യമായി വരുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ 6² ആണ്. 6² ഇൻറ്റു 6² ഇൻറ്റു 6² ഇൻറ്റു 6² ഇൻറ്റു 6² സമം 6 ഘാതം y. നമുക്ക് കൃത്യങ്ക നിയമം അറിയാം. a ഘാതം m ഇൻറ്റു a ഘാതം n സമം a ഘാതം m പ്ലസ് n. അതായത് പാദസംഖ്യകൾ തുല്യമായി വരുമ്പോൾ ഗുണന ചിഹ്നവും വരുമ്പോൾ ആ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടിയാൽ മതി. അതുപോലെ തന്നെ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ നമുക്ക് 2 ഉള്ളൂ, ഇവിടെ 2-ൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ കൃതികളും കൂടി കൂട്ടുക. അപ്പോൾ ഇവിടെ എ എന്ന് വരുമ്പോൾ ഇവിടെ ആദ്യം എഴുതി അതുപോലെ ഇവിടെ 6 എന്ന് എഴുതുക. എന്നിട്ട് എമ്മും എന്നും തമ്മിൽ കൂട്ടി അതുപോലെ ഈ എല്ലാ 2കളും കൂട്ടിയ 2-ഉം 2-ഉം 4-ഉം 2-ഉം 6-ഉം 2-ഉം 8-ഉം 2-ഉം 10. അപ്പോൾ ഇത് ഒന്നിച്ച് എന്ത് കിട്ടി? 6 ഘാതം 10 സമം ഇവിടെ എന്താ വലതുവശത്ത്? 6 ഘാതം y. ഈ സമവാക്യത്തിൽ ഇപ്പോൾ എന്തായി? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ പാദസംഖ്യകൾ തുല്യപ്പെടുത്തണം. പാദസംഖ്യകൾ തുല്യപ്പെട്ടു. ഒരു സമവാക്യത്തിൽ പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ, ഒരു സമവാക്യത്തിൽ ഇരുവശത്തും പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ എക്സ്പോണൻസും തുല്യമായിരിക്കും, കൃതികളും തുല്യമായിരിക്കും. ഇപ്പോൾ കൃതികൾ ഏതൊക്കെ? y ഉം 10 ആണ്. ഉത്തരം y സമം 10.